Welcome back. Branch accounting, departmental branch, and you all know departmental branch does not maintain its own books of account. Head office is maintaining the books of account of branch. So head office ആണ് branch ന്റെ account prepare ചെയ്യുന്നത്. There are two methods to maintain branch account in the books of head office. Head office in the book branch account maintain ചെയ്യാൻ there are two methods. One is debtors method and the second one is stores and debtors method. നമ്മൾ discuss ചെയ്യുന്നത് debtors method ആണ്. Debtors method ൽ we already completed 3 problems and I given 2 classwork also, right? Okay, anyway. Okay, so today we are going to discuss about invoice price. Okay, അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് debtors method ൽ invoice price method. Okay, നമുക്ക് നോക്കാം അതെങ്ങനെയാ ചെയ്യാം. So it's invoice price. Let's see what is that. Head office is transferring, sending goods to the branch, okay, at a price of 120 rupees. 120. Let's see what is this 120. Cost price is 100 plus they are adding 20 rupee profit, and head office is sending to branch for rupees 120. So cost price in the kuda they are adding profit, they are adding profit and they are sending the goods for rupees 120. 100 is called cost price and this profit is called as loading. In branch accounting നമ്മൾ ഈ പ്രോഫിറ്റ് ആഡഡ് പ്രോഫിറ്റിനെ നമ്മൾ വിളിക്കുന്നത് ലോഡിംഗ് എന്നുള്ള പേരിലാണ്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ബ്രാഞ്ച് അക്കൗണ്ട് വരയുമ്പം നമ്മൾ ഓൾറെഡി ബ്രാഞ്ച് അക്കൗണ്ട് വരയാൻ പഠിച്ചു. ബട്ട് ഇൻ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് നമ്മളത് ഇൻവോയ്സ് പ്രൈസിലാണ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ വാട്ട് ഓൾ ഡിഫറൻസ് വിൽ കം, എന്തൊക്കെ ഡിഫറൻസ് ആ ബ്രാഞ്ച് അക്കൗണ്ടിൽ വരുത്തണം അതല്ലേ അറിയണ്ടു. ഓൾറെഡി വി നോ ഹൗ ടു പ്രിപ്പയർ ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഫോമാറ്റ് ഒക്കെ നമുക്കറിയാം. ഓക്കെ, ഇൻ കോസ്റ്റ് പ്രൈസ് മെത്തേഡ്. സോ if we are dealing with this invoice price method, what all difference we have to make, നമ്മൾ അതിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം. കഴിഞ്ഞില്ലേ, പ്രശ്നം തീർന്നു. അതറിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം എന്തായി തീർന്നു. സോ അതിൽ ഇത്തിരി നൂലാമാലകളൊക്കെ ഉണ്ട്. അതായിരിക്കും ആദ്യം പറയാം, അതിനുശേഷം നമ്മൾ പ്രോബ്ലം. ഞാനിവിടെ 3 ഐറ്റംസ് എഴുതാൻ പോവാണ്. 4 ഐറ്റംസ്. വൺ ഇസ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അപ്പം തന്നെ ഞാനിവിടെ ബ്രാഞ്ച് അക്കൗണ്ട് മനസ്സിൽ എൻ്റെ മനസ്സിൽ അപ്പോൾ ഇവിടെ എന്തായി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. സംശയമില്ലല്ലോ? ഇല്ല. നൗ ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ്. ഉടനെ തന്നെ എൻ്റെ മനസ്സിൽ എനിക്കറിയാം അത് ഞാൻ എവിടെ എഴുതും. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ബ്രാക്കറ്റിൽ റിട്ടേൺ. ഓക്കെ ടീച്ചർ. ഇനിയോ ഓപ്പണിംഗ് balance of stock. അതെനിക്ക് എഴുതാൻ അറിയാം, ഞാനതിവിടെ എഴുതും. റൈറ്റ്, ടു ബാലൻസ് ബി ബാർ ഡി ബ്രാഞ്ച് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക്. നൗ ഐ ആം റൈറ്റിംഗ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് സ്റ്റോക്ക്, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ഞാൻ അവിടെ എഴുതോടോ ബൈ ബാലൻസ് സി ബാർ ഡി ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ 4 ഐറ്റവും ബ്രാഞ്ച് അക്കൗണ്ടിൽ എവിടെയാണ് എഴുതേണ്ടതെന്ന് നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. ഇൻവോയ്സ് പ്രൈസിൽ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് ഏത് പ്രൈസിലാണോ സെൻഡ് ചെയ്യുക, ഇൻവോയ്സ് പ്രൈസ്, അതായത് കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ്, അതും നിങ്ങൾക്കറിയാം. ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് ഓർമ്മിച്ച് കേൾക്കുക. ഈ സാധനം റൈറ്റ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഏത് പ്രൈസിലാണോ സെൻഡ് ചെയ്തത്, ഇൻവോയ്സ് പ്രൈസിൽ. ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് ആണെങ്കിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് വിൽ ബി ഇൻവോയ്സ് പ്രൈസ്. അപ്പം നമ്മൾ ഇവിടെ ഏത് പ്രൈസിൽ എഴുതണം, ഇൻവോയ്സ് പ്രൈസിൽ എഴുതണം. റൈറ്റ് അല്ലേ? അടുത്തത് ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ് ഏത് പ്രൈസിലായിരിക്കും, ഇൻവോയ്സ് പ്രൈസിലായിരിക്കും. കാരണം എന്താ, ഇൻവോയ്സ് പ്രൈസിൽ വന്ന ഗുഡ്സ് അല്ലാണോ തിരിച്ചു പോകുന്നത്. സോ ഹിയർ ഓൾസോ ഇൻവോയ്സ് പ്രൈസ്.
ഓപ്പണിംഗ് ബാലൻസ് ഓഫ് സ്റ്റോക്ക്, സ്റ്റോക്ക് കംപ്ലീറ്റ് ഇൻവോയ്സ് പ്രൈസിലാണ് വരുന്നത്. അപ്പോൾ ഇതും എന്തായി? ഇൻവോയ്സ് പ്രൈസ്. ക്ലോസിംഗ് ബാലൻസ് ഇൻവോയ്സ് പ്രൈസ്. ക്ലിയർ ആണല്ലോ? ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിൽ ഈ പറയുന്ന 4 ഐറ്റത്തിലാണ് ചേഞ്ചസ് വരാൻ പോകുന്നത്. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ സെയിം പിച്ച്, റൈറ്റ്? വേറെ ഒരു ഐറ്റംസിലും മാറ്റമില്ല. ബാക്കിയെല്ലാം നിങ്ങൾ അവിടെ എന്താണോ പഠിച്ചത്, ഞാൻ കുറേ നോട്ട്സ് ഒക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ ഇവിടെ അപ്ലിക്കബിൾ ആണ്. ദി ഡിഫറൻസ് വിൽ കം ഇൻ ദീസ് 4 പോയിന്റ്സ്. എന്ത് ഡിഫറൻസ് ആണ് ഇനി ഇപ്പോൾ പറയാൻ പോവുക. അതിനേക്കാൾ മുന്നേ അഗെയിൻ റിപ്പീറ്റിംഗ്: ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ്, ഓപ്പണിംഗ് ബാലൻസ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻവോയ്സ് പ്രൈസിലായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക? ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിൽ എഴുതുക, റൈറ്റ്? അത് കഴിഞ്ഞു. ഇനി അടുത്ത പറയാൻ പോവാണേ. ഓക്കെ ഓക്കെ അപ്പോൾ ഈ 4 ഐറ്റത്തിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് എവിടെയാണ് വരയാൻ പോകുന്നത്? ഹെഡ് ഓഫീസ്. സംശയമില്ലല്ലോ, ഹെഡ് ഓഫീസിലാണ് നമ്മൾ ഈ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട് വരയുന്നത്. ഓക്കെ, നമ്മളിതിൻ്റെ ലാസ്റ്റ് ഇവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കലാണല്ലോ നമ്മളെ പേർപ്പസ്, റൈറ്റ്? ഹെഡ് ഓഫീസ് ബ്രാഞ്ച് അക്കൗണ്ട് വരെയും ബ്രാഞ്ചിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ ഹെഡ് ഓഫീസിൻ്റെ P&L അക്കൗണ്ടിലേക്ക് ഇതിന് എന്ത് ചെയ്യും? ക്ലബ് ചെയ്ത് അവിടെ എഴുതും. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ, നമുക്കറിയാം. ഓക്കെ, നൗ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ പറയാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഈ സാധനത്തിലൊക്കെ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതിൽ അല്ല, നമ്മുടെ പ്രൈസ് മീൻസ് കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ള സാധനമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ 4 ഐറ്റത്തിലും പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് അവിടെ ഉണ്ട് അല്ലേ? നമ്മൾ ഇതിൻ്റെ പർപ്പസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കലാണല്ലേ. ബട്ട് ഇൻ ദിസ് ഐറ്റം പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് ഇസ് ദർ, ദിസ് ഐറ്റം പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് ഇസ് ദർ, ദിസ് ഐറ്റം പ്രോഫിറ്റ് ഇസ് ദർ ആൻഡ് ദിസ് ഐറ്റം പ്രോഫിറ്റ് ഇസ് ദർ, റൈറ്റ്? ഇനി ഇൻ ഓർഡർ ടു അസർട്ടൈൻ ദ ട്രൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇവിടെയുള്ള ശരിയായ പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കാൻ, ഓക്കെ, ശരിയായ പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കാൻ it is necessary to eliminate the profit part from these 4 items. Okay, നമ്മൾ ഇതിൻ്റെ യഥാർത്ഥ പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കാൻ ഈ 4 ഐറ്റത്തിൽ നിന്നും നമ്മൾ പ്രോഫിറ്റ് പാർട്ടിനെ എലിമിനേറ്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? we have to eliminate the profit part from these 4 items. What for why? To find out the true profit and loss. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ 4 ഐറ്റത്തിൽ നിന്നും പ്രോഫിറ്റിൻ്റെ പാർട്ട് ഞാൻ എടുത്ത് മാറ്റും. ചിലരുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ ഒരു സംശയം വന്നിട്ടുണ്ട്, എടുത്ത് മാറ്റണ്ടിക്കൽ എന്തിനാ ആഡ് ചെയ്തത്? അതൊക്കെ വഴിയെ മനസ്സിലാവും. ഓക്കെ ഓക്കെ, now what we are going to do? We are going to eliminate the profit part from this. ഈ 4 ഐറ്റത്തിൽ എങ്ങനെ എലിമിനേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ, ദിസ് ഈസ് യുവർ ബ്രാഞ്ച് അക്കൗണ്ട്. ഇത് നിങ്ങൾക്കറിയാം, സെയിം ആണ്. ഇതിൽ ഞാൻ 4 ഐറ്റവും കൂടെ ആഡ് ചെയ്യാൻ പോകുന്നു. 4 ഐറ്റവും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻവോയ്സ് പ്രൈസിലായിരിക്കും ഇത് എഴുതിയിട്ടുണ്ടാവുക. ഇൻവോയ്സ് പ്രൈസ്, ഇൻ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിൽ ഇത് ഇൻവോയ്സ് പ്രൈസിലുണ്ടാവും, ഇത് ഇൻവോയ്സ് പ്രൈസ്, ഇത് ഇൻവോയ്സ് പ്രൈസ്, ഇത് ഇൻവോയ്സ് പ്രൈസ്. ഓക്കെ, ഈ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഞാനൊരു ഡിഫറൻസ് വരുത്താമ്പോൾ ഞാൻ 4 എക്സ്ട്രാ ഐറ്റംസ് ഇതിലോട്ട് എഴുതാൻ പോകുന്നു. ഇപ്പം ബോർഡിലൊന്ന് നോക്കിയേ, ഞാൻ എഴുതിയത് മുന്നേറ്റ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ലല്ലോ, എല്ലാ ഐറ്റംസും അവിടെ തന്നെ ഇല്ലടോ. നോക്കടോ, എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. ഓക്കെ, നൗ ഐ എം ഗോയിങ് ടു മേക്ക് ദ ചേഞ്ചസ്. ശ്രദ്ധിച്ചു കേട്ടോ. ഫസ്റ്റ് ഞാൻ ഈ ഒരു പാർട്ട് ഓപ്പണിംഗ് സ്റ്റോക്കിലെ ലോഡ്, അതായത് ഓപ്പണിംഗ് പ്രോഫിറ്റിനെ എടുത്ത് മാറ്റാൻ പോവുകയാണ്. എൻട്രി എവിടെ എഫക്റ്റ് വരിക എന്ന് ചോദിച്ചാൽ എവിടെയും വരില്ല. ഞാൻ ഇവിടെ ഒരു പുതിയ ഐറ്റം എഴുതും, ടു സ്റ്റോക്ക് റിസർവ്. ഓക്കെ, വാട്ട് ഇസ് ദ സ്റ്റോക്ക് റിസർവ്? ഇവിടെ എഴുതാം, റിമൂവിങ് ലോഡ് ഫ്രം ഓപ്പണിംഗ് സ്റ്റോക്ക്. ക്ലിയർ ആണല്ലോ? ബ്രാഞ്ച് അക്കൗണ്ട് ഫോമാറ്റ് അതുപോലെ തന്നെ. ഡിഫറൻസ് മാത്രമാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. ഒരു ഡിഫറൻസ് ഇസ് ഹിയർ.
Buy stock reserve. What is this? Removing load from opening stock. Clear ആണല്ലോ? Okay. Now closing stock ന്ന് ലോഡ് റിമൂവ് ചെയ്യുന്നതിനുള്ള എൻട്രി. ഈ പാർട്ട് എൻട്രി അല്ല, എവിടെ എഫക്റ്റ് വരും എൻട്രി ഒക്കെ നമുക്ക് പഠിക്കാമല്ലോ. ഇവിടെയല്ലേ ഓപ്പണിംഗ് സ്റ്റോക്കുകൾ. അപ്പോൾ ഞാൻ ഇവിടെ എഴുതും ടു സ്റ്റോക്ക് റിസർവ്. ബ്രാക്കറ്റിൽ എന്തെഴുതും? റിമൂവൽ ഓഫ് ലോഡ് ഫ്രം ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, എമൗണ്ട് കോളും ഉണ്ട്, ഞാൻ എഴുതിയില്ലാന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഫൈനില്ലാത്ത പ്രശ്നം വേണ്ട. എമൗണ്ടിൻ്റെ കോളാണ്. ഇവിടെയോ? ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ 2 ഐറ്റത്തിൽ നിന്ന് ലോഡ് റിമൂവ് ചെയ്തു. ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് ലോഡ് റിമൂവ് ചെയ്യാൻ ഞാനിവിടെ ബൈ സ്റ്റോക്ക് റിസർവ് എന്ന് എഴുതി. ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്ന് ലോഡ് റിമൂവ് ചെയ്യാൻ ഞാനിവിടെ ടു സ്റ്റോക്ക് റിസർവ് എന്ന് എഴുതി. ഇനി 2 ഐറ്റത്തിൽ നിന്നും കൂടി നമ്മൾ ലോഡ് റിമൂവ് ചെയ്യണം. വൺ ഇസ് ദിസ് ആൻഡ് വൺ ഇസ് ദിസ്. അല്ല, ഇതിൽ നിന്നും ഇതിൽ നിന്നും. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ലോഡ് റിമൂവ് ചെയ്യാം. ഇതിൻ്റെ ലോഡ് റിമൂവ് ചെയ്യാൻ ഇവിടെ നമ്മൾ എഴുതും ബൈ സെയിം സാധനം, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. സെയിം എൻട്രി, സെയിം ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ബ്രാക്കറ്റിൽ എന്ത് എഴുതണം? റിമൂവൽ ഓഫ് ലോഡ് ഫ്രം ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. എമൗണ്ട് ഇവിടെ. എമൗണ്ട് ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുക അതൊക്കെ നമുക്ക് നോക്കാം. നാം ഏതിൽ നിന്ന് റിമൂവ് ചെയ്യണോടോ? ഇതിൽ നിന്ന്. എൻട്രി ഈസ് ഹിയർ വരും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എഴുതും ടു സെയിം ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ബ്രാക്കറ്റിൽ എഴുതും റിമൂവൽ ഓഫ് ലോഡ് ഫ്രം റിട്ടേൺ. ലോഡ് ഫ്രം ഗുഡ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ്. ക്ലിയർ ആണല്ലോ? എന്താ എമൗണ്ട്, എങ്ങനെ എഴുതുക, അതെല്ലാം ഞാൻ വഴിയേ പറയും. നൗ ഇപ്പം ഞാൻ എന്താ പഠിപ്പിച്ചെന്നു വെച്ചാൽ എന്തൊക്കെ ഡിഫറൻസ് ആണ് മുന്നേ പഠിച്ചത് ഇതും തമ്മിൽ വരാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കേസാണ് പറഞ്ഞത്. ഈ 4 ഐറ്റം ഇൻവോയ്സ് പ്രൈസിലാണ് നമ്മൾ മാർക്ക് ചെയ്യുക. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഈ 4 ഐറ്റത്തിൽ നിന്നും ഓൾറെഡി നമ്മൾ ആഡ് ചെയ്ത് ലോഡ് ചെയ്ത് പ്രോഫിറ്റിന് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അതിന് ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ഞാൻ ബൈ സ്റ്റോക്ക് റിസർവ് എന്ന് എഴുതി. ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ടു സ്റ്റോക്ക് റിസർവ് എന്ന് എഴുതി. ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് റിമൂവ് ചെയ്യാൻ ബൈ ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് എന്ന് എഴുതി. ബൈ ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച്, അത് റിട്ടേണിലുള്ള ലോഡ് റിമൂവ് ചെയ്യാൻ ഞാനിവിടെ എന്തെഴുതി? ടു ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് എന്ന് എഴുതി. സംഭവം ക്ലിയർ ആണല്ലോ? ഇതാണ് നിങ്ങളുടെ ഇൻവോയ്സ് പ്രൈസിലെ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഫോമാറ്റ്. ഹോപ്പ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളെല്ലാം അതാണ് ഞാൻ നെക്സ്റ്റ് പറയാം. ഫസ്റ്റ് ഡിഫറൻസ്, ദിസ് 4 items should be recorded in invoice price, and the second one is you have to remove the load. പ്രോഫിറ്റ് ആഡ് ചെയ്ത് ഈ 4 ഐറ്റത്തിൻ്റെയും ആഡ് ചെയ്ത സാധനം എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യണമെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കിന് ഈ സംഭവം, ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ എഴുതി, ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ചിൻ്റെ ഇവിടെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള സംഭവം. ക്ലിയർ? ഓപ്പണിങ്ങും ക്ലോസിങ്ങിനും സ്റ്റോക്ക് റിസർവ് എന്നുള്ള പേരാണ് ലോഡ് റിമൂവ് ചെയ്യാനെടുത്ത്. ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ചും റിട്ടേണും സെയിം നെയിം, ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച്. ദിസ് ഈസ് യുവർ ഫോമാറ്റ്. ഇത് നിങ്ങൾ റഫായിട്ട് അവിടെ എഴുതി വെക്കുക. ഈ 2 പോയിന്റും നോട്ട്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെ എഴുതുക. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞ് വരണം. അപ്പോൾ ഇത് നിങ്ങൾ എഴുതുക. ഓക്കെ, ഇനി ജെനുവിൻ ക്വസ്റ്റ്യൻ. വി ആർ റിമൂവിങ് ദിസ് പ്രോഫിറ്റ്. പിന്നെ എന്തിനാ ആഡ് ചെയ്യുന്നതെന്നുള്ള? എടോ, ഇത് ആരുടെ ബുക്കാണോ? ഹെഡ് ഓഫീസിൻ്റെ ബുക്കാണല്ലോ. ഓക്കെ, ഇപ്പം ബ്രാഞ്ചിനെ മനസ്സിൽ കണ്ടേ? അയ്യോ, ഓക്കെ, ബ്രാഞ്ചിനെ ഒന്ന് മനസ്സിൽ കണ്ടേ? ബ്രാഞ്ചിന് ഹെഡ് ഓഫീസ് ഗുഡ്സ് അയക്കുന്നു 120 രൂപയ്ക്ക്. ബ്രാഞ്ചിന് അറിയടോ ഇതിൽ എത്രയാ പ്രോഫിറ്റ് എത്രയാ കോസ്റ്റ് എന്ന് ബ്രാഞ്ചിനോട് ഇയാൾ പറയുന്നില്ല. ഹെഡ് ഓഫീസ് ഇസ് സിംപ്ലി സെൻഡിങ് ദ ഗുഡ്സ് ഫോർ ₹120 ടു ദ ബ്രാഞ്ച്. ബ്രാഞ്ചിന് 120. അപ്പം ബ്രാഞ്ചിൻ്റെ ആടെ ഇരുന്നിട്ട് ബ്രാഞ്ചിൽ സൂപ്പർവൈസർ ആലോചിക്കും 120 ഇത് എത്രയായിരിക്കും പ്രോഫിറ്റ്. രണ്ട് സ്റ്റാഫ് ഉണ്ടെന്ന് വെച്ചാൽ അവരോട് ഡിസ്കഷനാണ്. അവിടെ ഈ 120 ഹെഡ് ഓഫീസിന് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്?
ഒരു 50 രൂപ പ്രോഫിറ്റ് ആയിരിക്കും. അപ്പം മറ്റോ പറയും അല്ലടാ 20 രൂപയായിരിക്കും. സോ അവിടെ ബ്രാഞ്ചുകാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ദ മെയിൻ തിങ് ഇസ് ദാറ്റ് ഹെഡ് ഓഫീസ് വാണ്ട് ടു ഹൈഡ് ദ പ്രോഫിറ്റ് മാർജിൻ ഫ്രം ദ ബ്രാഞ്ച്. ബ്രാഞ്ചിൻ്റെ അടുക്കൽ നിന്ന് ഹെഡ് ഓഫീസിന് മറച്ചു വെക്കണം എത്രയാണ് പ്രോഫിറ്റ് മാർജിൻ. സോ അവരെന്ത് ചെയ്യും? ദേ വിൽ സെൻഡ് ഇൻവോയ്സ് പ്രൈസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ബ്രാഞ്ചിലോട്ട് അയക്കുന്നത്. ബ്രാഞ്ചിനോട് സെപ്പറേറ്റ് പറയില്ല, അടോ ഇത്രയാടോ എൻ്റെ കോസ്റ്റ് ഇത്രയാടോ ഇതൊന്നും പറയില്ല. സോ this is the purpose. The purpose is to hide the actual price or hide the profit margin from the branch. Clear? അപ്പോൾ ഇവർ സെൻഡ് ചെയ്തത് ഇൻവോയ്സ് പ്രൈസിനാണ് അല്ലേ, ബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്നത് ഇൻവോയ്സ് പ്രൈസിനാണ്, റൈറ്റ്? സോ ഇവരെന്ത് ചെയ്യണം? ഇവരെ ശരിയായ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ആഡ് ചെയ്ത പ്രോഫിറ്റ് എല്ലാം ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലിട്ടിട്ട് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. ദാറ്റ് ഇസ് ആ പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം എന്തിനാ ചെയ്യുന്നതെന്നും ക്ലിയർ അല്ലേ? അപ്പം ഈ ഇൻവോയ്സ് പ്രൈസിൽ സെൻഡ് ചെയ്തു, പഠിച്ചു. ഈ സാധനം ഓർമ്മ വേണം. മൂന്നാമത്തെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു, they want to hide the profit. Who want to hide? Head office want to hide the profit margin from the branch. ഇനി ഇതിൻ്റെ ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് എന്തൊക്കെ വെറൈറ്റീസ് വരാം അതിനെ പറ്റിയാണ് അടുത്തത്. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇനി ഇപ്പം നമ്മളെ പേർപ്പസ്, ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കണക്ക്, അതായത് നമ്മളെ പ്രോബ്ലം ചോദിക്കുമ്പോൾ അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ കേസ് 1 കേസ് 2 എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്കത് ക്വസ്റ്റ്യൻ്റെ ഇടയിലില്ല എന്ന് മനസ്സിലാവില്ല, അത് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഇപ്പം ഞാൻ പറയുന്നത് മാത്രം അങ്ങോട്ട് കേൾക്കുക. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് കോസ്റ്റിംഗ്. ഇവിടെ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് സെൻഡ് ചെയ്തത് കോസ്റ്റ് 2 ലക്ഷത്തിൻ്റെ ഗുഡ്സാണ്. കോസ്റ്റിംഗ് റുപ്പീസ് 2 lakh എന്ന് പറഞ്ഞാൽ അവർ സെൻഡ് ചെയ്തിരിക്കുന്നത് കോസ്റ്റ് പ്രൈസിനാണെന്ന മീനിങ്. ഓക്കെ, costing rupees 2 lakh means cost price of 2 lakh at a profit of cost plus 20. അതായത് ഇതിൻ്റെ കൂടെ കോസ്റ്റിൻ്റെ കൂടെ 20% കൂടെ ആഡ് ചെയ്തിട്ട്, അപ്പം കോസ്റ്റ് പ്രൈസ് പ്ലസ് 20% പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഇൻവോയ്സ് പ്രൈസ് അല്ലേ. കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഇൻവോയ്സ് പ്രൈസ് കിട്ടും. ഓക്കെ, നമുക്ക് കണ്ടുപിടിച്ച് നോക്കാമല്ലോ. 2 lakh കോസ്റ്റ് പ്രൈസ് 20% of 2 lakh. 20% of 2 lakh എത്രയാണോ നോക്കതല്ല. 2,40,000 is our invoice price. What is the profit is 40,000. Clear ആണല്ലോ? Okay. Case number 2 is clear. Cost plus 20% cost above 20% എന്ന് പറയാം. ഇവിടെ 1 point is ഹെഡ് ഓഫീസിൻ്റെ സെൻഡ് ചെയ്തിരിക്കുന്നത് കോസ്റ്റ് പ്രൈസിനാണ്, ഇവിടെ തന്നിരിക്കുന്നത് കോസ്റ്റ് പ്രൈസും ആണ്. കോസ്റ്റിൻ്റെ 20 എന്നാ പറയാം, രണ്ടും കോസ്റ്റിലാണ്. ഇവിടെയും കോസ്റ്റ്, ഇവിടെയും കോസ്റ്റ്. ദാറ്റ് ഇസ് യുവർ ഫസ്റ്റ് കേസ്. ഇനി കേസ് നമ്പർ 2. ഓക്കെ, കേസ് നമ്പർ 2. ക്വസ്റ്റ്യൻ വായിച്ചോ. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ദാറ്റ് ഇസ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് അയച്ചു, കോസ്റ്റ് പ്രൈസിനാണ്. ഇവിടെ തന്നിരിക്കുന്നത് കോസ്റ്റ് പ്രൈസ് ആണ് 4,20,000 അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20% ഓൺ ഇൻവോയ്സ് പ്രൈസ്. ഇവിടെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് തന്നിരിക്കുന്നത് ഇൻവോയ്സ് പ്രൈസിൻ്റെ മേലെയും നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രൈസ് കോസ്റ്റ് പ്രൈസുമാണ്. സംശയമില്ലല്ലോ. ഇറ്റ് ഇസ് ഗിവൺ കോസ്റ്റ് പ്രൈസ് ബട്ട് ഹിയർ പ്രോഫിറ്റ് ഇസ് ഗിവൺ ഓൺ ഇൻവോയ്സ് പ്രൈസ്. ഇവിടെ മുതൽ നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആരംഭിച്ച് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കുക? വെരി സിമ്പിൾ. നമ്മൾ ഇതാണ് നമ്മൾ ഇതിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുക. ഇത് ഏതിലാണ് ഉള്ളത്? കോസ്റ്റ് പ്രൈസ്. ഇതിനെ നമുക്ക് എങ്ങനെയായാലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഹിയർ ഇറ്റ് ഇസ് ഗിവൺ ഓൺ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസാണ് തന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്താൽ നമുക്ക് ഇൻവോയ്സ് പ്രൈസ് കിട്ടുമല്ലോ. ഓക്കെ, കിട്ടും. പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് ഇൻവോയ്സ് പ്രൈസിൻ്റെ മേലെയാണ്. ഓക്കെ, ഇൻവോയ്സ് പ്രൈസ് ആണെങ്കിൽ നമുക്ക് അറിയേയില്ല. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഓക്കെ, നമുക്ക് ഒരു കാരണവശാൽ ഇതിൽ നമുക്കൊരു ചേഞ്ചസും വരുത്താൻ പറ്റില്ല. 4,20,000 കോസ്റ്റ് പ്രൈസാണ് തന്നത്. എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഇവിടെയാണ്. എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു നോക്കൂ. സിമ്പിളാണ്, ശ്രദ്ധിച്ച് കേട്ടോ. 20% ഓഫ് ഇൻവോയ്സ് പ്രൈസ്, അതായത് 20/100 ഓഫ് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു
20% of invoice price എന്ന് പറഞ്ഞാൽ എന്ത് is equal to dash of cost price എഴുതാൻ പോകുന്നത് it is 20 divided by 100 അല്ലേ ഇവിടെയുള്ള 100 minus 20 അതെത്ര വരിക 20 by 80 ക്ലിയർ എന്ത് തന്നതായിക്കോട്ടെ ക്വസ്റ്റ്യൻ എന്തായിക്കോട്ടെ ഐ ഡോണ്ട് ബോദർ ഇറ്റ് ഇസ് 20% ഓഫ് ഇൻവോയ്സ് പ്രൈസ് ഇവിടെ എനിക്ക് തന്നിരിക്കുന്നത് കോസ്റ്റ് പ്രൈസ് ആണ് അപ്പോൾ എനിക്ക് ഈ പെർസെൻറ്റേജ് എന്തിൻ്റെ മേലെ അറിയണം കോസ്റ്റ് പ്രൈസിൻ്റെ മേലെ അറിയണം അതിനൊന്നുമില്ല 20% ഓഫ് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 20/100 ഓഫ് ഇൻവോയ്സ് പ്രൈസ് ഈസ് ഈക്വൽ ടു 20/80 ഓഫ് കോസ്റ്റ് പ്രൈസ് 20/80 ഓഫ് കോസ്റ്റ് പ്രൈസ് അപ്പോൾ നമ്മളിങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം 4,20,000 പ്ലസ് 4,20,000 ഇൻറ്റു 20/80 ചെയ്ത് നോക്കി എത്ര കിട്ടാം ചെയ്തേ 1,05,000 ആണെന്ന് തോന്നുന്നു കേട്ടോ 4,20,000 പ്ലസ് 1,05,000 1,05,000 തന്നെയാണോ 5,000 52,500 ആണ് ആൻസർ ഓക്കെ ഇനി 30% of invoice price is equal to 30/100 minus 30 അതായത് 30/70 of cost price ഇനി 25% of invoice price is equal to 25/100 minus 25 അതെത്ര 75 of cost price ഇനി ഇവിടെ എത്ര തന്നാലും നിങ്ങൾക്കത് കോസ്റ്റ് പ്രൈസിലോട്ട് മാറ്റാൻ വേണ്ടി പഠിച്ചല്ലോ ഓക്കെ ക്ലിയർ ഇവിടെ നമ്മൾ എന്തിലോട്ടാണ് മാറ്റിയ ഇൻവോയ്സ് പ്രൈസിൻ്റെ പെർസെൻറ്റേജിന് പ്രോഫിറ്റ് പെർസെൻറ്റേജിന് നമ്മൾ കോസ്റ്റ് പ്രൈസിൽ എത്ര പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് ചേഞ്ച് ചെയ്യാൻ പഠിച്ചു കേസ് കോസ്റ്റിൽ തന്നു ബട്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ഗിവൺ ഇൻ ഇൻവോയ്സ് പ്രൈസ് അപ്പം നമ്മൾ ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജിനെ ഏതിലോട്ട് കൺവേർട്ട് ചെയ്യണം കോസ്റ്റ് പ്രൈസിലോട്ട് കൺവേർട്ട് ചെയ്യണം ഇൻവോയ്സ് പ്രൈസിൻ്റെ പെർസെൻറ്റേജിനെ കൺവേർട്ട് ചെയ്യാൻ ഒന്നുമില്ല 20 മേലെ സെയിം ഡിജിറ്റ് തന്നെ എഴുതുക ഡിവൈഡഡ് ബൈ ടോട്ടൽ ഈസ് 100 മൈനസ് 20 ഇറ്റ് ഇസ് 80 ക്ലിയർ ഇനി കേസ് നമ്പർ 3 okay now case number 3 goods sent to branch at invoice price of rupees 25,000 given invoice price are given but at a profit of 25% on cost price അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ 25% ഏത് പ്രൈസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണോ കൺവേർട്ട് ചെയ്യണോ ഇവിടെ 25% ഓഫ് കോസ്റ്റ് പ്രൈസ് അതിന് നമ്മൾ ഇൻവോയ്സ് പ്രൈസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം കൺവേർട്ട് ചെയ്യണം ലെറ്റ്സ് സീ ഹൗ ആയിക്കോട്ടെ വെരി സിമ്പിൾ നേരത്തെ എഴുതിയ പോലെ തന്നെ കോസ്റ്റ് പ്രൈസ് നേരത്തെ ഇവിടെ ഇൻവോയ്സ് പ്രൈസ് എന്നായിരുന്നു അത് നിങ്ങൾ തറോ ആക്കിയിട്ടുണ്ടാവും 25% ഓഫ് കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 25/25 പ്ലസ് 100 ഓഫ് ഇൻവോയ്സ് അതായത് 25/125 for example if here it is 20% of cost price is equal to 20/100 plus 20 120 of invoice price ഇവിടെ 30 ആണെങ്കിൽ 30% of cost price is 30/130 of invoice price ക്ലിയർ ആണല്ലോ നേരത്തെ നമ്മൾ മൈനസാ ചെയ്ത 100 മൈനസ് ഈ പർട്ടിക്കുലർ ഇവിടെ ഇൻവോയ്സ് പ്രൈസ് ആകുമ്പോൾ ആഡാ ചെയ്യേണ്ടത് ഓർമ്മിക്കാനുള്ള എളുപ്പ വഴി കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഇൻവോയ്സ് അല്ലേ കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ നമ്മൾ ആഡാ ചെയ്യുന്നത് ഇവിടെ പ്ലസ് ഇനി ഇൻവോയ്സ് ഇത് മൈനസ് ചെയ്താലല്ലേ അപ്പോൾ നമ്മൾ അവിടെയോ 100 മൈനസ് ചെയ്യുന്നത് ആ ഒരു വിധത്തിൽ ഓർമ്മിക്കുക ഇറ്റ് ഇസ് 20 പ്ലസ് അപ്പോൾ ഇത് ആഡ് ചെയ്തിട്ടില്ല ഇൻവോയ്സ് പ്രൈസിലോട്ട് മാറ്റണമെങ്കിൽ ഇത് ആഡ് ചെയ്യാം അങ്ങനെ ഓർമ്മിക്കുക So here it is 25/125 അപ്പോൾ നമ്മളെ കണക്ക് എങ്ങനെ വരും ഇൻവോയ്സ് പ്രൈസ് 25,000 പ്ലസ്
25,000 25/125 5000 തോന്നല്ലടോ. ആൻസർ 30,000. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ 3 കേസസ്. ഇനി കണക്ക് ചെയ്യാൻ തുടങ്ങാം. കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. ഇവിടെ ഓർമ്മിക്കേണ്ട ഈ ഒരു പോയിന്റ് ആണ്. ഇത് അങ്ങോട്ട് മാറ്റാൻ, ഇത് ഇങ്ങോട്ട് മാറ്റാൻ. കോസ്റ്റ് പ്രൈസിന് ഇൻവോയ്സ് പ്രൈസിന്റെ പെർസെൻറ്റേജ് ആക്കാൻ, ഇൻവോയ്സ് പ്രൈസിന്റെ പെർസെൻറ്റേജിന് കോസ്റ്റ് പ്രൈസിന്റെ പെർസെൻറ്റേജ് ആക്കാൻ ഓർമ്മിച്ച് വെക്കാം. ഇവിടെ തന്നതിന്റെ ബേസിലാണ് നമ്മൾ പെർസെൻറ്റേജ് എടുക്കേണ്ടത്. ഇവിടെ ഇൻവോയ്സ് പ്രൈസിന്റെ മേലെയാ തന്നിട്ടുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ പെർസെൻറ്റേജും ഇൻവോയ്സ് പ്രൈസിന്റെ മേലെ ആയിരിക്കണം. ഇവിടെ കോസ്റ്റ് പ്രൈസിന്റെ മേലെയാണെങ്കിൽ ആ പർട്ടിക്കുലർ പെർസെൻറ്റേജും കോസ്റ്റ് പ്രൈസിന്റെ മുകളിൽ ആയിരിക്കണം. ഈ 3 കേസസ് നിങ്ങൾ ഒരു വട്ടം ബുക്കിൽ എഴുതുക. എഴുതിയിട്ട് നിങ്ങളതൊന്ന് നോക്കുക. നോക്കിയതിന് ശേഷം നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് നമ്മൾ കടക്കുകയായി. ഓക്കെ ഓക്കെ. സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സംശയമൊന്നും ഉണ്ടാവില്ല. കുറേ കഴിഞ്ഞാൽ ഇൻവോയ്സ് പ്രൈസ് പ്ലസ് ചെയ്യുന്നു മൈനസ് ആ ഒരു സംശയമുള്ള അത് ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു സാധനം ഓർമ്മിക്കേണ്ടത് കേട്ടോ. കോസ്റ്റിന് ഇൻവോയ്സ് ആക്കാൻ പ്ലസ് ചെയ്യാൻ വേണ്ട. 100 പ്ലസ് തന്നിരിക്കുന്ന പെർസെൻറ്റേജ് 100 പ്ലസ് 25 ആണെങ്കിൽ 125. ഇനി ഇൻവോയ്സ് പ്രൈസിനെ കോസ്റ്റ് പ്രൈസ് ആക്കാൻ 100 മൈനസ് 20 ആണ്. മൈനസ് ആണ് ചെയ്യുന്നത് കേട്ടോ. അത് ഓർമ്മിച്ചാൽ മതി. ഇനി നമുക്ക് ഒരു ഡെറ്റേഴ്സ് മെത്തേഡിൽ ഇൻവോയ്സ് പ്രൈസിൻ്റെ ഒരു പ്രോബ്ലം ആണ് അടുത്തത്. ഓക്കെ ഓക്കെ.